പ്രിയമുള്ളവരെ നഷ്ടങ്ങൾ വരും, ജീവിതത്തിലെ നഷ്ടങ്ങൾ വരും. എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നഷ്ടം സംഭവിച്ച ഒരു സ്വഹാബിയുടെ ചരിത്രമുണ്ട്. ജീവിതത്തിൽ അല്ലാഹു തആല നഷ്ടപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് അല്ലാഹുവേ തൻ്റെ ജീവിതത്തിൽ അവസാനം അല്ലാഹു കൊടുത്ത ഒരു അനുഗ്രഹം കൊടുത്ത എൻ്റെ പ്രിയമുള്ളവരെ ഒരു സ്വഹാബി, മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാത്ത ഇഷ്ടമുള്ള ഒരു മഹാനായ സ്വഹാബിയായിരുന്നു മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല. ഒരു ദിവസം കച്ചവടാവശ്യാർത്ഥം തന്റെ ഭാര്യ ഉമ്മു സലൈം റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇവരോട് യാത്ര പറഞ്ഞിട്ട് മഹാനവറുകൾ തന്റെ ജീവിതത്തിൽ നിന്ന് തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കുറച്ചു ദൂരേക്കാണ് സഞ്ചരിക്കുന്നത്. ഒരുപാട് യാത്ര പോണം, മാസങ്ങൾ കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ. അല്ലാഹു തആല നമ്മുടെയൊക്കെ ഒരുപാട് ആളുകളുണ്ട്, അവരൊക്കെ യാത്ര ചെയ്യുന്നവരുണ്ട്. എപ്പോഴും ബന്ധപ്പെടുന്ന കാസർഗോഡ് ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലല്ല, എൻ്റെ മലപ്പുറം പെരിന്തൽമണ്ണ ഭാഗത്തുള്ള എൻ്റെ ഒരുപാട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ അല്ലാഹുവേ പടച്ച റബ്ബേ അവരൊക്കെ വാഹനങ്ങളെ കൊണ്ട് ഒരുപാട് ലോങ് യാത്ര ദിവസങ്ങളോളം ചെയ്യുന്നവരാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ എല്ലാവർക്കും നീ ഖൈർ നൽകണേ റബ്ബേ. കച്ചവടാവശ്യാർത്ഥം ഒരുപാട് ദിവസങ്ങൾ യാത്ര ചെയ്യും. ഇന്നിപ്പം നമുക്ക് അത്ര പേടിയില്ല, കാരണം എല്ലാ സൗകര്യങ്ങളുണ്ട്. നമുക്ക് എത്ര ദൂരെ പോയാലും ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, ഇന്ന കാര്യമുണ്ട് എന്നൊക്കെ അറിയാൻ നമ്മളെ കൊണ്ട് കഴിയും. പഴയ കാലത്ത് അങ്ങനെയല്ലല്ലോ, പോയാൽ പിന്നെ വരുമ്പോഴേ കാണത്തുള്ളൂ, എന്താണെന്ന് അറിയത്തുള്ളൂ. ആ അവസ്ഥയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അതാ എൻ്റെ പ്രിയമുള്ളവരെ, മഹദിയായ ഉമ്മു സലൈം റളിയല്ലാഹു തആല അൻഹ അതാ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനോടും യാത്ര പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാ. പടച്ച റബ്ബേ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. മഹാനവറുകൾ തൻ്റെ പൊന്നുമോനെ പടച്ച റബ്ബേ ചുംബനം കൊടുത്തിട്ട്, സ്നേഹത്തിന്റെ ചുംബനം കൊടുത്തിട്ട് ഭാര്യയോട് പറഞ്ഞിട്ടതാ ഇറങ്ങുകയാ. അല്ലാഹുവേ, അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. റബ്ബേ, 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനൊരു പനി വരികയാണ്, വല്ലാത്ത ക്ഷീണം കടന്നു വരിക. അല്ലാഹുവേ, മഹാനായ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോന് പടച്ച റബ്ബേ മരണപ്പെടുകയാ. അല്ലാഹുവേ, ഉമ്മു സലൈം റളിയല്ലാഹു തആല അൻഹ അതാ അവിടുന്ന് ഒരുപാട് വിഷമിച്ചു പോയി. അല്ലാഹ്, തന്റെ പൊന്നുമോന് ലോകത്തോട് വിട പറഞ്ഞല്ല. അല്ലാഹ്, തന്റെ പൊന്നുമോന് ലോകത്തോട് വിട പറഞ്ഞല്ല. അല്ലാഹ്, നേരെയതാ ഉമ്മു സലൈം റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, നബിയേ, എന്റെ പൊന്നുമോന് ലോകത്തോട് വിട പറഞ്ഞു നബിയേ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പുറത്തു പോയതാണ്, ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ ഇനി തിരിച്ചു വരികയുള്ളൂ. അല്ലാഹുവേ, അതുവരെ ഞാൻ കാത്തു നിൽക്കണോ നബിയേ? അല്ലാഹുവേ പടച്ച റബ്ബേ, അതോ എന്റെ പൊന്നുമോനെ ഞാൻ മറമാടണോ? അതാ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിന്റെ പൊന്നുമോനെ നീ മറമാടിക്കോ എന്നവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതാ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ പടച്ച റബ്ബേ അവിടുന്ന് മറമാടുകയാ. അല്ലാഹുവേ, വല്ലാതെ വിഷമത്തിൽ തനിച്ചായിരിക്കുന്ന ഉമ്മു സലൈം റളിയല്ലാഹു തആല അൻഹ അല്ലാഹ് പൊന്നുമോന് അല്ലാഹ് കയ്യിൽ നിന്ന് പോയല്ലോ, പടച്ച റബ്ബ് തിരിച്ചോണ്ട് പോയല്ലോ. അല്ലാഹു തന്ന ഏറ്റവും വലിയ സമ്പത്താ പടച്ച റബ്ബേ. നമ്മുടെ മക്കളെന്ന് പറയുന്നത് അവരുടെ എല്ലാ കാര്യത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ പുറത്തിറങ്ങുന്നത്, നമ്മൾ ജോലി ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. എന്റെ പ്രിയമുള്ളവരെ, മഹദിയായ ഉമ്മു സലൈം റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവേ വല്ലാതെ വിഷമത്തോട് കൂടി ഇരിക്കുകയാണ്. കാരണം മാറ്റുനോറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കൺമണിയായിരുന്നല്ലോ. അല്ലാഹുവേ വല്ലാതെ സ്നേഹം കൊടുത്തിട്ട് വളർത്തിയ പൊന്നുമോനാ.
അവസാനം അല്ല തന്നെ തിരിച്ചെടുക്കുകയാണ്. ഉമ്മാന്റെ കൂടെ ജീവിച്ച് കൊതി തീരുന്നതിന്റെ മുമ്പ്, ബാപ്പാന്റെ കൂടെ ജീവിച്ചിട്ട് കൊതി തീരുന്നതിന്റെ മുമ്പ് അതാ പടച്ച തമ്പുരാന് മഹാനവരുകളെ തിരിച്ചെടുക്കുകയാ. പടച്ച റബ്ബേ, സങ്കടത്തോടെ ഇരിക്കുന്ന ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ദിവസങ്ങൾ കഴിയുകയാണല്ലോ. അതാ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. പടച്ച റബ്ബേ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് സലാം പറഞ്ഞു. അതാ തന്റെ വീടിന്റെ ഉള്ളറയിലേക്ക് കടക്കുകയാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുന്നു, ഉമ്മു സുലൈം, എവിടെയാണ് നമ്മുടെ പൊന്നുമോനുള്ളത്? എവിടെയാണ് നമ്മുടെ പൊന്നുമോനുള്ളതെന്ന് മഹദിയോട് അവിടുന്ന് ചോദിക്കുകയാണല്ലോ. പടച്ച റബ്ബേ, അവിടുന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അവരൊരു സ്ഥലത്തേക്ക് പോയതാ, ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോയതാണ് എന്നവിടുന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. പടച്ച റബ്ബേ, അല്ലാഹുവേ, അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അതാ തന്റെ സാധനങ്ങളെല്ലാം അവിടെ വെക്കുകയാണ്. പടച്ച റബ്ബേ, ക്ഷീണമകറ്റാൻ വേണ്ടി നിൽക്കുകയാണ്. അതാ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവേ മഹാനവറുകളുടെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ഇങ്ങനെ കിടക്കുമ്പോ അല്ലാഹുവേ പടച്ച റബ്ബേ, അവിടുന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കുകയും എന്നത്തെക്കാളും സന്തോഷത്തോടു കൂടി പടച്ച റബ്ബേ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ മഹദി അവിടുന്ന് സ്വീകരിക്കുകയാണ്. വെള്ളം കൊടുക്കുകയാണ്, നല്ല ഭക്ഷണം കൊടുക്കുകയാണ്, വല്ലാത്ത സൽക്കാരം നടത്തുകയാണ്. അല്ലാഹ്, ഹൃദയത്തിനകത്ത് കത്തുന്ന വേദനയാണ് ഉമ്മ, ഹൃദയത്തിനകത്ത് കത്തുന്ന വേദനയാണല്ലോ. കാരണം പൊന്നുമോന് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണല്ലോ. അബൂ തൽഹയോട് പറഞ്ഞ പടച്ച റബ്ബേ, എങ്ങനെയാണ് ഉണ്ടാകുക എന്ന് പോലും അറിയില്ലല്ലോ. അവർക്കിത് താങ്ങാൻ കഴിയുമോ? പടച്ച റബ്ബേ, അവിടുന്ന് വല്ലാത്ത വിഷമത്തിലാണ്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം കഴിച്ചു. രണ്ടുപേരും തന്റെ റൂമിലേക്ക് കടന്നു വരികയാണ്. പടച്ച റബ്ബേ, റൂമിലേക്ക് കടന്നു വന്നു. രണ്ടുപേരും അതാ അവിടുന്ന് ശാരീരികമായിട്ട് ബന്ധപ്പെടുകയാണ്. അവിടുന്ന് ശാരീരികമായിട്ട് ബന്ധപ്പെട്ടു. പടച്ച റബ്ബേ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാറിടത്തിൽ കിടക്കുന്ന ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബേ അവിടുന്ന് ചോദിക്കുന്നു, അബൂ തൽഹ, ഞാനൊരു നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെയോ? ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെയോ? അതാ അവിടുന്ന് മഹാനവറുകൾ പറയുകയാണ്, പെണ്ണെ നീ ചോദിച്ചു കൊള്ളുക. അതാ അവിടുന്ന് പറയുകയാ, ഒരാളൊരു അമാനത്തായിട്ടൊരു വസ്തു നമ്മുടെ കയ്യിലേക്ക് തന്നാൽ ആ അമാനത്തായ വസ്തുവിനെ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? അവിടുന്ന് മഹാനവറുകൾ പറയുകയാ, എന്തേ നീ ഇങ്ങനെ ചോദിക്കുന്നത്? അമാനത്തായ മുതലെന്ന് പറഞ്ഞാൽ നമ്മളത് തിരിച്ചു കൊടുക്കേണ്ടതാണല്ലോ. നമ്മുടെ കൈവശം നമുക്കത് വെക്കാൻ പാടില്ലല്ലോ. പടച്ചുറപ്പേ, ഇത് പറയുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പടച്ചുറപ്പേ അവിടുന്ന് പറയുകയാ, എന്നാ തങ്ങളെ, അല്ല നമ്മുടെ കയ്യിലേക്ക് അമാനത്തായി തന്ന നമ്മുടെ പൊന്നുമോനുണ്ടല്ലോ, ആ പൊന്നുമോനെ അല്ല തിരിച്ചെടുത്തിരിക്കുകയാ. കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ. പടച്ച റബ്ബേ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹ പടച്ച റബ്ബേ തന്റെ വിരിപ്പിൽ നിന്ന് ചാടി എണീക്കുകയാ. എന്നിട്ട് അവിടുന്ന് പറയുന്നു, ഉമ്മു സുലൈം, ഇത്രയും നേരം നീ എന്തേ എന്റെ അടുത്തത് പറയാതിരുന്നത്? തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്, ഞാനേറെ സ്നേഹിക്കുന്ന പൊന്നുമോന് ലോകത്തോടെ വിട പറഞ്ഞെന്നാണോ നീ പറയുന്നത്? ഇത്രയും നേരം നീ എന്തേ എന്റെ അടുത്തെന്ന് മറച്ചു വെച്ചത്? അല്ലാ, സങ്കടത്തോട് കൂടിയിട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു എണീക്കുകയാ. ദേഷ്യപ്പെട്ടുകൊണ്ട് അബൂ തൽഹ തങ്ങളെ ഓടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, തന്റെ പൊന്നുമോനുണ്ടല്ലോ,
ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുകയാ നബിയേ. വിട പറഞ്ഞെന്ന് മാത്രമല്ല, ഞാൻ കച്ചവട ആവശ്യാർത്ഥം പുറത്തു പോയതാ നബിയേ. തിരിച്ചു വന്നപ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നോട് അത് ഉടനെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, എനിക്ക് നല്ല സൽക്കാരം അവള് നടത്തുകയാണ്, ഞങ്ങൾ ശാരീരികമായിട്ട് ബന്ധപ്പെടുകയാണ് നബിയേ. എന്നതിന്റെ ശേഷമാണ് അവൾ എന്നോട് ഈ കാര്യം പറയുന്നത് നബിയേ. അവളെ എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല നബിയേ. ഞങ്ങളുടെ പൊന്നുമോനല്ലേ ലോകത്തോട് വിട പറഞ്ഞതോ, ഞങ്ങളുടെ പൊന്നുമോനല്ലേ മരണപ്പെട്ടു പോയത്, എന്നോടൊന്ന് പറഞ്ഞുകൂടെ എന്നവിടുന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടല്ലോ, അവിടെ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടല്ലോ, അതാ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ. അബൂ തൽഹ, നീ വിഷമിക്കല്ല അബൂ തൽഹ, ഈമാനുള്ള പെണ്ണിന്റെ അടയാളമാണത്, ഈമാനുള്ള പെണ്ണിന്റെ അടയാളമാണത്. അതുകൊണ്ട് നീ വിഷമിക്കല്ല അബൂ തൽഹ. നിങ്ങൾ ശാരീരികമായിട്ട് ബന്ധപ്പെട്ടതുണ്ടല്ലോ, അതിൽ അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യുന്നതാ എന്നവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ദിവസങ്ങൾ കഴിയുകയാണ്. അല്ലാഹുവേ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ വിഷമങ്ങൾ ഒതുക്കുകയാണ്. സങ്കടത്തോട് കൂടിയതാ അബൂ തൽഹ തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അങ്ങനെ മാസങ്ങൾ കടന്നു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ, അത് അവിടുന്ന് ഗർഭിണിയായി അവിടെ നിന്ന് പ്രസവിക്കുകയാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ആ കുട്ടിയെ എടുത്തുകൊണ്ടുണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് അബൂ തൽഹ തങ്ങൾ ഓടുകയാണ്. അതാ അബൂ തൽഹ തങ്ങൾ ഓടുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ടോ അവിടുന്ന് പറയുന്നു, ദുആ ചെയ്യ് നബിയേ, ഒന്ന് ദുആ ചെയ്യ് നബിയേ എന്നവിടുന്ന് അബൂ തൽഹ തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്. റസൂലുള്ളാഹി എന്ത് ചെയ്തെന്നറിയോ? ഒരു കാരക്ക എടുത്തിട്ട് വായക്കകത്തിട്ട് ചവക്കുകയാണ്. പടച്ച റബ്ബേ, ആദ്യം വലത് ചെവിയിലെ ബാങ്ക്, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത് കൊടുത്തു. അതിന്റെ ശേഷം പടച്ച റബ്ബേ ഒരു കാരക്ക എടുത്തിട്ട് വായക്കകത്തിട്ട് ചവക്കുകയാണ്. എന്നിട്ട് ആ മധുരം എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂല് മഹാനായ അബൂ തൽഹ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോനെ വായക്കകത്ത് വെക്കുകയാ. മധുരമങ്ങ് പുരട്ടിയിട്ട് അവിടുന്ന് അബൂ തൽഹ തങ്ങൾ പറയുന്നു, നബിയേ, കുട്ടിക്ക് പേര് വിളിക്കണേ നബിയേ, കുട്ടിക്ക് അവിടുന്ന് പേര് വിളിക്കണേ നബിയേ. അവിടുന്ന് റസൂലുള്ളാഹി വിളിക്കുകയാണ്, അബ്ദുല്ലാഹ്. അവിടുന്ന് അബ്ദുല്ലാ എന്ന് പേരിടുകയാണ്. എന്നിട്ട് അവിടുന്ന് ദുആ ചെയ്തിട്ട് പറയുന്നു, അബൂ തൽഹ, ഈ പരിശുദ്ധമായ പൊന്നുമോനുണ്ടല്ലോ, ഈ പൊന്നുമോനിൽ അല്ലാഹ് നിങ്ങൾക്ക് ബറക്കത്ത് തരുന്നതാ, നിങ്ങൾ വിഷമിക്കണ്ട എന്ന് അവിടുന്ന് റസൂലുള്ളാഹി ദുആ ചെയ്തു. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു വളർന്നു. ആഫിദായിട്ടാണ് മഹാനവറുകൾ വളർന്നത്. ആ മഹാനവറുകൾ പ്രായപൂർത്തിയാവുകയാണ്. പ്രായപൂർത്തിയായി അവിടുന്ന് വിവാഹം കഴിച്ചു. പടച്ചുറപ്പേ, അതിൽ കുഞ്ഞുങ്ങളെ ജനിച്ചു. 11 മക്കള് മഹാനവറുകൾ അവിടെ ജനിച്ചിട്ടുണ്ട്. ഈ 11 മക്കളും ഹാഫിളാണ്. മഹാനായ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു ഹാഫിളായി. ആ 11 മക്കളും എന്റെ പ്രിയമുള്ളവരെ ഹാഫിളായി. പടച്ചോനെ, ഇനി ബറക്കത്ത് ഇറങ്ങാൻ എവിടെ പോണം? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മുഴുവൻ മനഃപാഠമാക്കാൻ സാധിച്ചു. അല്ലാഹു തആല നന്മ നൽകട്ടെ നമുക്ക്. അല്ലാഹു നമുക്ക് നന്മ നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇതാ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചു,
അവിടുന്ന് നഷ്ടം സംഭവിച്ചു, അതിൽ ക്ഷമിച്ചു, തന്റെ ഭാര്യ ക്ഷമിച്ചു. ഒന്ന് ആലോചിച്ചാണ് നിങ്ങൾ, നമ്മളൊക്കെ എന്താ ചെയ്യാ? പടച്ചോനെ, നമ്മളെ കുട്ടി ഒന്ന് വീണാ നമുക്ക് വിഷമല്ലേ? ഇനി മരിച്ചല്ല അവസ്ഥ ആലോചിച്ചാണ് നിങ്ങൾ. നമ്മളെ പ്രിയപ്പെട്ട പൊന്നുമോന് ഒന്ന് വീണു, അല്ലാഹുവേ നമ്മളെ നെഞ്ചു പൊട്ടും. അവരെ കാലിന് മുറിയായ നമ്മൾ പടച്ചോനെ, എന്റെ കുട്ടിക്കിന്റെ അവസ്ഥ എന്താണ്? വിഷമത്തോടെ ഓരോ വാപ്പയും വന്നിട്ട് ഇങ്ങനെ നോക്കും അല്ലേ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? നമ്മുടെ കുട്ടിയൊക്കെ എന്തെങ്കിലും സംഭവിച്ച അല്ലേ നമ്മളെന്താ പറയാ? പടച്ചോനെ, എന്റെ മകന് വേണ്ടി അവൻ ജീവിക്കുന്നത്. എടാ, നീ എന്തിനാ ജോലിക്ക് പോകുന്നെന്ന് ചോദിച്ചാ നമ്മളെന്താ പറയാ? ഉസ്താദേ, എന്റെ മക്കളില്ല ഉസ്താദേ, അല്ലേ? എന്റെ ഭാര്യ ഇല്ല ഉസ്താദേ. വീട്ടിനകത്ത് എന്തിനാടാ പണിയെടുക്കുന്നതെന്ന് ചോദിച്ചാ എന്താ പറയാ? അല്ലാഹുവേ പടച്ച റബ്ബേ, അവിടെ നിന്ന് പറയും, ഞാൻ വീട്ടിൽ അടുക്കളയിൽ പണിയെടുക്കുന്ന എന്റെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ടേ അല്ലേ? അതല്ലേ പറയാ? ഇതാണ് മനുഷ്യന്റെ, നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നത്. ആ പൊന്നുമോന് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അവിടെ നിന്ന് ചെയ്തത്, മകൻ മരിച്ചു, മകൻ മരിച്ചിട്ട് മറമാടി തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അവിടുന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ട് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവേ അവിടുന്ന് വരികയാണ്. അവിടെ നിന്ന് വന്നിട്ട് മഹാനവറുകളുടെ മുമ്പിൽ ഇരുന്നിട്ട് എന്നത്തെക്കാൾ സന്തോഷത്തോടു കൂടി സംസാരിച്ചു. നല്ല ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു. അല്ലാഹുവേ, മഹാനവറുകൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി റൂമിൽ വന്നു. രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു, ഒരാൾ നമുക്ക് അമാനത്തായിട്ട് ഏൽപ്പിച്ച മുതൽ എന്റെ പ്രിയമുള്ളവരെ അത് ചോദിച്ചാൽ നമ്മൾ കൊടുക്കണ്ടേ? അവിടുന്ന് മഹാനവറുകൾ പറയാ, കൊടുക്കണ്ടേ, പിന്നെ നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? അവിടുന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു തആല പറഞ്ഞു, എന്നാ തങ്ങളെ, നമ്മൾക്ക് അല്ലാഹു തആല അമാനത്തായി ഏൽപ്പിച്ച നമ്മുടെ മക്കളുണ്ടല്ലോ, ആ മകനെ അല്ലാഹു വിളിച്ചിട്ടുണ്ട് കേട്ടോ, കൊണ്ടുപോയിട്ടുണ്ട്. സൈക്കോ വാപ്പാക്ക് ആദ്യം വന്നപ്പോ ഒരു സ്ഥലം വരെ പോയി എന്ന് പറഞ്ഞു അല്ലെ? അത് ഏതാ സ്ഥലം? മഹദി ഉദ്ദേശിച്ച ഏതാ സ്ഥലം? അള്ളാന്റെ അടുത്തേക്കാ. ഏതാണ് സ്ഥലം? കളവല്ല, അത് അള്ളാന്റെ അടുത്തേക്കാ പോയത് അല്ലെ? ആ സ്ഥലമാ മഹദി അവിടെ നിന്ന് ഉദ്ദേശിച്ചത്. അല്ലാഹു തആല നമുക്ക് നന്മ നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹുവിനെ ഓർത്ത് നന്മകൾ ചെയ്തിട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കാം. അതുകൊണ്ട് നമുക്ക് എത്ര നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും നമ്മുടെ ഉമ്മയും നമ്മുടെ സമ്പത്തും എന്ത് നഷ്ടപ്പെട്ടാലും ആ നഷ്ടപ്പെട്ടതിന് നമ്മൾ ക്ഷമിച്ചാൽ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തആല നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടിയായിട്ട് നമുക്ക് മുമ്പിൽ അല്ലാഹു തആല കാണിച്ചു തരും. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ.